മക്കളെ അനുഗ്രഹിക്കുക. ബ്ലെസ് ദ ചിൽഡ്രൻ. വളരെ അത്യാവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ മക്കളും, ഈ കേൾക്കുന്നവർ കൊച്ചുമക്കളുണ്ടെങ്കിൽ മക്കളുള്ളവർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വചനം അതിൻ്റെ ക്രിയ ചെയ്യും. പലപ്പോഴും നമുക്ക് സ്വന്തം മക്കളോട് ഉപദേശിക്കാനൊക്കത്തില്ല, പക്ഷേ ഇതൊന്ന് കേൾക്കുക എന്നും പറഞ്ഞ് അയച്ചു കൊടുത്താൽ അത് പ്രയോജനം. അങ്ങനെ ചെയ്താട്ട് ഇത് അനേക കുടുംബങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രയോജനമുള്ളതായി മാറും എന്നുള്ളതിന് സംശയമില്ല. ആ വാഗ്ദത്വത്തോടു കൂടി അയക്കുന്നു. 127-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. മക്കളെ അനുഗ്രഹിക്കാൻ പഠിക്കുക. മക്കളാണ് നമ്മുടെ സമ്പത്ത്. അവരെ അനുഗ്രഹിച്ചാൽ നമ്മൾ പണം കൊണ്ട് വാരിക്കൂടുകയല്ല, അവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ദൈവം അവരെ നീതിയുള്ള പാതയിൽ നടത്തും. 127-3 ഇങ്ങനെയാണ്: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകുകയില്ല. അപ്പം മക്കൾ ദൈവം തന്ന അവകാശമാണ്. സൺസ് ആർ എ ഹെറിറ്റേജ് ഫ്രം ദ ലോഡ്, ചിൽഡ്രൻ എ റിവാർഡ് ഫ്രം ഹിം. ദൈവം തന്നിരിക്കുന്ന പ്രതിഫലമാണ്. അപ്പം നമ്മൾ വീരൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയാണ് അതുപോലെയാണ്. അതായത് നമ്മൾ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് മക്കൾ കാണണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ച് 1ഉം 2ഉം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പണ്ട് എൻ്റെ തലമുറയ്ക്ക് തൊട്ട് മുമ്പ് വരെ ദൈവത്തിൻ്റെ ആത്മ 10 മക്കളെ, 12 മക്കളെ, 14 മക്കളെയൊക്കെ സാധാരണയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 4ആയി, പിന്നെ 2ആയി, പിന്നെ 1ആയി, പിന്നെ ഒന്നുമില്ല. അങ്ങനെയാണ് നീങ്ങുന്നത്. അപ്പം നമ്മളെവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റുപറ്റിയതും അവിടെ നിൽക്കാതെ തിരിച്ചു പോവുകയാണ്. ദൈവം തരുന്ന പ്രതിഫലം മക്കളാണ്. അത് നമുക്കാണ്ടി മാത്രം ദൈവം ഏൽപ്പിച്ചൊരു ജോലിയാണ്. അത് നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യ വെച്ച് എൻ്റെ കൂടെ വചനം പഠിക്കാൻ വന്ന ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഠിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ളൊരു കുട്ടി, നല്ല കുടുംബത്തിൽ നിന്ന് വന്നൊരു കുട്ടി. ആളെപ്പോഴും എൻ്റെ അടുക്ക് പറയും, പിന്നെ 3 ആൺമക്കളാണ്. 3 ആൺമക്കളും കഴിവുള്ള പിള്ളേർ, പക്ഷെ കുസൃതി, സഹിക്കാൻ വയ്യാത്ത കുസൃതിയാണ്. അപ്പോൾ എന്നോട് പറയും, ആൻറ്റി എനിക്ക് ജോലിക്ക് പോകണം. അല്ല, ചേച്ചിയെന്ന് എന്നെ വിളിക്കുന്നത്. ചേച്ചി എനിക്ക് ജോലിക്ക് പോകണം. ചേച്ചി ജോലിക്ക് വേണ്ടി ആദ്യം 2-3 പ്രാവശ്യം ദൈവം ഒന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയം എടുക്കുന്നില്ല, കാരണം ഇത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് എനിക്ക്. ഷി വാസ് നോട്ട് ഹാപ്പി. പക്ഷേ ഞാൻ പിന്നെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഭർത്താവിന് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. സോ ഷി സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ചിൽഡ്രൻ. അവരുടെ സ്വന്തം 3 മക്കളെ തന്നെ നോക്കാൻ തുടങ്ങി. ആ സമയത്ത് വചനം പഠിക്കുന്നുണ്ട്. വചനം പഠിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും, കൊച്ചു പിള്ളേരെ. അങ്ങനെ വചനം കേൾക്കാനും വചനം അറിയുന്നവരുടെ നടുക്ക് തന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്താനിടയായി. എന്ത് പറയാൻ, അധികം താമസിയാതെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഒക്കെ തീരാറായപ്പോഴത്തേക്ക് ആ മകൾ മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനു മുമ്പ് കൊടുക്കേണ്ടതായ ഫൗണ്ടേഷൻ മുഴുവൻ ഇട്ട് കൊടുത്ത് ഇന്ന് എൻ്റെ വല്യപ്പച്ചൻ എന്നെ വിളിച്ചേച്ച് പറയും, കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ജീവിക്കുന്നു. എന്താണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞ സത്യമല്ലേ? മക്കൾ ദൈവം തരുന്ന പ്രതിഫലമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. നമ്മൾ കുഞ്ഞുങ്ങളെ ശരിയായ വഴിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്, കർത്താവിന് ഇഷ്ടമുണ്ട്. അത് നമ്മൾ ചെയ്യണം. കർത്താവ് അത് ചെയ്യിപ്പിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ചില സാഹചര്യങ്ങളിൽ ദുഷ്ടാത്മാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തും. സാരമില്ല, നമുക്ക് വചനം അയക്കാമല്ലോ. ഈ വചനം ഇവിടുന്ന് അയച്ചാൽ അത് ചെന്ന് കൊള്ളേണ്ട കൊള്ളുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുപാത്തുള്ള വാളാണ്. അത് എവിടെ ചെന്ന് കൊള്ളണം അതിനറിയാം. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അയച്ചുകൊണ്ടേയിരിക്കുക. എവിടെ ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചാലും നക്ഷത്രത്തിൻ്റെ മേളിൽ കയറ്റി വെച്ചാലും നമുക്ക് ഈ വചനം അയച്ചാൽ മതി. കർത്താവ് പ്രവർത്തിക്കും, പ്രതിഫലമുണ്ട് നിശ്ചയം. അതുകൊണ്ട് ഒന്നും കൊണ്ട് നിങ്ങളാരും ഭയപ്പെടണ്ട. മക്കളെ കാണുന്നില്ലേ, കൊച്ചുമക്കളെ എനിക്ക് കാണാനൊക്കത്തില്ലേ എന്നൊക്കെ ഭാരപ്പെട്ട ഒത്തിരി പേര് വിളിക്കുന്നവരോട് പറയുക, ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവ് ഇട്ടുതരുന്ന ജ്ഞാനമാണ്. കുറച്ച് അറിവുണ്ടെന്ന് അതല്ല, അത് നോളജ് മാത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ ഇലക്ട്രീഷ്യൻസ് വന്ന് അവന് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, അതിൻ്റെ എങ്ങനെയാണെന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നറിയാം. അതൊരു നോളജാണ്.
അവർ എഞ്ചിനീയർ, പല കാര്യങ്ങളും പഠിച്ചു. അതുകൊണ്ടൊന്നും വിസ്ഡം വരുന്നില്ല. ഞാൻ എത്രയോ പഠിത്തമുള്ള ഡോക്ടർ ഈ കഴിഞ്ഞ ദിവസം കേട്ടില്ല, ഒരു വലിയ പ്രഗത്ഭനായ ഡോക്ടറെ സൂയിസൈഡ് ചെയ്തു. എത്രയോ കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എത്രയോ പ്രശസ്തി. എന്ത് കാരണം? എന്താണ്? പരിജ്ഞാനം, ജ്ഞാനം, വിസ്ഡം ഇല്ലാതെ പോയി. വിസ്ഡം ഇത് ദൈവമായിട്ട് തരേണ്ടത്, മനുഷ്യനല്ല. വിസ്ഡത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നോളജിന് വേണ്ടിയല്ല. നോളജ് വിസ്ഡം ഉണ്ടാകാനും വിസ്ഡം സ്വർഗത്തിൽ നിന്ന് ഇട്ട് തരണം. അപ്പം ബ്ലെസ്സഡ് അങ്ങനെ വിസ്ഡം എന്നും ഒക്കെ ഒത്തിരി പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ. എന്താണ്? വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവർ. അപ്പോൾ 1-ാം സങ്കീർത്തനം കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ജോസഫ് നടക്കാതെയും അല്ലെങ്കിൽ ജോഷുവ നടക്കാതെയും അല്ലെങ്കിൽ നോവ നടക്കാതെ ഇങ്ങനെ പറയാൻ പഠിക്കണം. ദാവീദ് ഏത് പേരാ ഉള്ളതെന്ന് വെച്ചാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപി നടക്കാതെ നമ്മുടെ മകളുടെ പേരിടുക, മകൻ്റെ പേരിടുക. പാപിയുടെ വഴി നിൽക്കത്തില്ല, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ നമ്മുടെ മക്കൾ ഇരിക്കത്തില്ല. ഒരു മക്കൾ ഇരിക്കത്തില്ല. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കും. അങ്ങനെ നമ്മുടെ മക്കളുടെ പേര് വെച്ച് നമ്മൾ പറഞ്ഞയക്കട്ടെ. നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളുടെ പേര് ആരുടെയൊക്കെ ഉണ്ട്, ക്രിസ്സാണ്, പറ പേര് പറഞ്ഞിട്ട്, എന്ത് പേരെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പേര് ചേർത്ത് അയക്കേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവർ നിൽക്കത്തില്ല, പാപിയുടെ വഴി നിൽക്കത്തില്ല, പരിഹാസത്തിൽ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. അവർ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന മക്കളായി മാറിയിരിക്കുന്നു. അവരെങ്ങനെയുള്ളവരായി മാറി? ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ. കണ്ണുകൊണ്ട് കാണ്. കർത്താവേ, ഒരു ദിവസം കൊണ്ട് സിയോൻ ഉണ്ടാകുമെന്ന് നീ യെശയ്യാ 66 പറയുന്നു. ഞങ്ങൾ അയക്കുന്ന വചനം കൊണ്ട് അത് നല്ല നെടുന്തൂണായിട്ട് നിർത്തി നല്ല വൃക്ഷമായിട്ട് വിളിച്ച് വളർത്തിക്കൊണ്ടുവരാൻ നീ വിശ്വസ്തൻ തന്നെ. നമ്മുടെ ജോലി വചനം അയച്ചാൽ മതി. ജോലി നമുക്ക് എളുപ്പമാക്കി തന്നു. അപ്പോൾ ചിൽഡ്രൻ ആർ ലൈക്ക് വെറ്റ് സെമെൻറ്റ്. അതായത് നമ്മൾ തറയൊക്കെ ഇങ്ങനെ സിമെൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ആരും അത് ചവിട്ടരുതെന്ന് പറയും, അല്ലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം മാറും. കുഞ്ഞുങ്ങളുടെ ഹൃദയം അതുപോലെ. അവർ അന്നേരം ആ ശിശുവായിരുന്നപ്പോൾ എന്ത് നമ്മൾ എഴുതുന്നു അവിടെ എഴുതപ്പെട്ടതാണ്. ചിൽഡ്രൻ ആർ ലൈക്ക് വെറ്റ് സെമെൻറ്റ്, വാട്ട് എവർ ഫോൾസ് ഓൺ ദം മേക്സ് ആൻ ഇംപ്രഷൻ. എന്താണ് അതിന്മേലിടുന്നത്, അതൊരു എന്നേക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കും. നല്ല ഹൃദയത്തിനെ ആക്കുന്നെങ്കിൽ നല്ല ഹൃദയം. അല്ല, വീട്ടിൽ അടിയും തല്ലും പിടിയും കുറ്റം പറച്ചിലും ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയം വരും. അല്ല, അടിച്ചു വെടിയാണെങ്കിൽ അവരും അവരുടെ കുഞ്ഞുങ്ങളെ അടിക്കും. അല്ല, രഹസ്യമായിട്ടൊന്നും പരസ്യമായിട്ട് വേറൊരു സ്വഭാവം കുഞ്ഞുങ്ങൾക്കത് വരും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഹൗ ഡു വി ബ്രിങ് അപ്പ് അവർ ചിൽഡ്രൻ. ഒന്നാമത് ദൈവത്തിന് സമർപ്പിച്ച് പഠിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ഇംപ്രസ് അപ്പോൺ ദം ദ വാല്യൂസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ വിലപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ലെറ്റ് യു ലിവ് യുവർ ലൈഫ് ബേസ്ഡ് ഓൺ ഗുഡ്നെസ് ഓഫ് അവർ ലോർഡ് ആൻഡ് ഗുഡ് വാല്യൂസ്. ദൈവത്തിൻ്റെ സത്യങ്ങൾ, ട്രൂത്ത്, ലവ്, ഫെയ്ത്ത്ഫുൾനെസ്, ഓണസ്റ്റി, ദൈവത്തിൻ്റെ സത്യങ്ങൾ, സ്നേഹത്തെക്കുറിച്ച്, വിശ്വാസ്യതയെക്കുറിച്ച്, അതുപോലെ തന്നെ സമാധാനത്തെക്കുറിച്ച്, നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കണം. അപ്പം ഇത് ഞാനിങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ ഉള്ളിലൊരു ടാലൻ്റുണ്ട്. അതായത് എല്ലാവർക്കും ടാലൻ്റ് ഇട്ടാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ ടാലന്റുകൾ ദൈവനാമത്തിൽ നല്ല വൃക്ഷമായിട്ട് അതിന്മേൽ പൂക്കളായി കായ്കളായി അതിൻ്റെ അടിയിൽ പക്ഷികളും മനുഷ്യരും റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണണം. ബിക്കോസ് ഒരു സമാധാനത്തിൻ്റെ വൃക്ഷമാണ് നമ്മൾ പണിതെടുക്കുന്നത്. അപ്പോൾ എന്ത് ടാലന്താണ് ദൈവം നമ്മളിൽ ഇട്ടിരിക്കുന്നത്, ആ ടാലന്റ് പുറത്തോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ ടാലന്റിന് വിപരീതമായത് ചിന്തകളും കാണുമെന്ന് ഓർക്കണേ. പക്ഷെ നമ്മൾ നല്ലതിനെ മാത്രം പ്രോത്സാഹിപ്പിച്ച് തിന്മയായതിനെ മാറ്റിക്കൊണ്ട് നന്മയെ വലുതാക്കി എടുക്കുന്നതാണ് കൊച്ചു പിള്ളേരോട് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ പ്രവൃത്തി. ഒരു കുട്ടിയുടെ പേരാണ് ജീവിതകഥ. അഖിയാനെ ക്രാമറിക് എന്ന് പറഞ്ഞ USA ഇലിനോയ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. 8 വയസ്സുള്ളപ്പം അവൾ ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ പടം വരച്ചെടുത്തു. ദ പ്രിൻസ് ഓഫ് പീസ് എന്നാണ് അതിൻ്റെ പേര്. പ്രിൻസ് ഓഫ് പീസ്. യേശുവിൻ്റെ ഈ ഒരു പടം കാണാതെ ഞാനിത് പറഞ്ഞപ്പം ഇത് ചില കൊച്ചു പിള്ളേർ കൈപൊക്കി ഞങ്ങളിത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അഖിയാനെ ക്രാമറിക് എന്ന ഈ കൊച്ചിൻ്റെ പേര്. ആ കുട്ടി ചെറുപ്രായം തൊട്ട് ദൈവത്തിൻ്റെ കാണാനുള്ള കൃപ, ചിലർക്ക് കൃപയുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ട് അത് ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങി.
അവസാനം 8 വയസ്സിൽ ഏകദേശം 1000 മണിക്കൂറോളം എടുത്ത് കർത്താവിൻ്റെ മുഖം വരച്ച് ആ ഫേസ് ഇപ്പോൾ വളരെ ഫേമസ് ആണ്. ആ കുട്ടിയുടെ ഡ്രോയിങ്സ് എല്ലാം ഫേമസ് ആണ്. എന്താ സംഭവിച്ചത്? ആ കുട്ടിയിലുള്ള നന്മയുടെ ക്യാരക്ടർ ദൈവീകത്വത്തിൽ വളർത്തിയെടുത്ത് വന്നപ്പോൾ അത് ലോകത്തിൽ മാനിക്കുന്ന ഒരു പെയിൻറ്റിങ്ങുകളായിട്ട് മാറുകയാണ്. സ്വർഗത്തെക്കുറിച്ചാണ് ആ കുട്ടി എപ്പോഴും പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പെയിൻറ്റിങ് നോക്കാറുണ്ട്. ഷീ ഗെറ്റ്സ് വിഷൻസ് ആൻഡ് ടേക്സ് അവേഴ്സ് ടു ഡ്രോ ദീസ് പിക്ചേഴ്സ്. അപ്പോൾ അവൾ പറയാണ്, ഷീ സിറ്റ്സ് വിത്ത് ജീസസ് ആൻഡ് ഗെറ്റ്സ് ദി ഇൻസ്പിറേഷൻ. കുട്ടി പറയാണ്, ഞാൻ ഈ പെയിൻറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് കിട്ടുക. അതാണ് വിസ്ഡം, ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കാൻ. ഈ ലാസ്റ്റ് സപ്പർ പോലെയൊക്കെയുള്ള പെയിൻറ്റിങ്ങുകൾ അവർക്ക് ദൈവപ്രചോദനത്തിലാണ് അവർ വരയ്ക്കുന്നത്, അല്ലാതെ ചുമ്മാതെ വരയ്ക്കുകയല്ല. ദൈവപ്രചോദനമുള്ള വരയ്ക്കുന്നത് കാണുമ്പോൾ അറിയാം. അതാണ് വിസ്ഡം. കർത്താവിൻ്റെ പരിജ്ഞാനം കിട്ടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് സിറ്റ്സ് വിത്ത് ജീസസ്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കും, ആലോചനകൾ അല്ലെങ്കിൽ ദൈവീക ജ്ഞാനം പറഞ്ഞു തരും. അപ്പം നമ്മൾ ജീസസ് ഈസ് അവർ ഇറ്റേണൽ പാത്ത്. നമ്മുടെ എന്നേക്കുമുള്ള യാത്രയുടെ വഴി യേശുവാണ്. ഈ നമ്മൾ കുഞ്ഞുങ്ങളെ യേശുവിനോട് കണക്ട് ചെയ്യും, വചനം കൊണ്ട് യേശുവിനോട് കണക്ട് ചെയ്യുമ്പം ഇറ്റ് ഓപ്പൺസ് എ ബ്രിഡ്ജ്. അതായത് നമ്മൾ യേശുവിനോട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, അതായത് ദൈവം അവരിലിട്ടിരിക്കുന്ന അധികമായ കഴിവുകളെ നേരുള്ള വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ദൈവം ചെയ്യിക്കുന്നത്. അപ്പം നമ്മുടെ ജോലി ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. പലതും വലിയ പഠിപ്പീരെന്തോ മിലിറ്ററി പഠിപ്പിക്കാൻ വിടുന്നു, വലിയ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നു, കാശ് കൂടുതലുള്ളത് പണക്കാരുടെ കൂടെ അവിടെയൊന്നും അല്ലെന്നേ ഞാനും ഇരിക്കുന്നത്. കർത്താവിൻ്റെ ഒറ്റ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഒരു ജോസഫ് ഉണ്ടാകും. കർത്താവിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഒരു ദാനിയേൽ ഉണ്ടാകും, ഒരു റൂത്ത് ഉണ്ടാകും. ഒറ്റ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഈ 8 വയസ്സുള്ള കുട്ടി അഖിയാനെ ക്രാമറിക് എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് ലോകം മുഴുവനും പ്രശസ്തമായ പെയിൻറ്റിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസാധാരണ കഴിവുകൾ ദൈവത്തോട് കൂട്ടിച്ചേർക്കുക മാത്രം ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവന്നു അവരുന്നതിയിൽ അവരുടെ ജീവിതം സമർത്ഥമാവും, സഫലമായ വൃക്ഷം പോലെയാകും. അങ്ങനെ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കൈകൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, വചനമയച്ചു പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം സ്വർഗം റിയലാണെന്നും നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട മക്കളാണെന്നും ഈ ലോകത്തിലെ ജീവിതം ചെറിയ കാലത്ത് കുറച്ച് നേരത്തേക്കേ ഉള്ളെന്നും നമ്മൾ മനസ്സിലാക്കണം. ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹീ ഷുഡ് ഗോ, ഹി വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. കുഞ്ഞുങ്ങളെ പഠിക്കേണ്ട രീതിയിൽ കൊച്ചിലെ പഠിപ്പിക്കുക. കൊച്ചു പിള്ളേരെ യേശുവിൻ്റെ മടിയിലിരുത്താൻ യേശു വിളിക്കുന്നു, കൊണ്ടുവന്നിരുത്തുക. നാഥ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്താണ് ഞങ്ങളുടെ മക്കളെ, കൊച്ചുമക്കൾ. അവരെ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വളർത്തുവാൻ നീ ആഗ്രഹിക്കുന്നു. അവരെ പഠിപ്പിച്ചെടുത്താട്ടെ പച്ച. നാഥൻ്റെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കൃപയിൽ പൊതിയണമേ, കൃപയിൽ പൊതിയണമേ. അവർ വടക്കുന്നതും പോകുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അവരുടെ കൂട്ടുകെട്ടെ, അവരുടെ ജീവിതരി, അവരുടെ കൂട്ടുകാരെല്ലാം അവിടുന്ന് ശ്രദ്ധിച്ചോണമേ. നിന്നെ അറിയാത്ത ഒരു ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളെ വിടരുത്. അപ്പച്ചൻ പറയുന്നത് പോലെ വെളിപ്പാടിനകത്ത് പറയുന്നുണ്ടല്ലോ 3:7-8, ദാവീദിൻ്റെ താക്കോലുള്ള സത്യവാനുമായി ഞാൻ പറയുന്നു, ഞാനൊരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ. ഇതാ ഞാനൊരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു, അതിലേ കൂടെ കുഞ്ഞുങ്ങളെ കയറ്റിവിടുന്നു. ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ ഐ ആം ദ ഡോർ എന്ന് പറയുന്നു. ഐ ആം ദ ഷെപ്പേർഡ്, ഞാനാണ് നല്ല ഇടയനെന്ന് യേശു പറയുന്നു. ആ യേശുവിൻ്റെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ ഏൽപ്പിച്ച് സുരക്ഷിതമായിട്ട് അവരെ വളർത്തിയെടുക്കാൻ ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ. അവർ വളർന്നു വരുമ്പോൾ നമ്മൾ വലിയപ്പച്ചന്മാർ, വലിയമ്മച്ചിമാർ, അപ്പച്ചന്മാർ, അപ്പനമ്മമാർ കൊടുത്ത ദൈവീക നിർദ്ദേശങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച. അതാണ് അവരുടെ സമ്പത്ത്. ഇറ്റേണൽ ലൈഫ്. നമുക്ക് സ്വർഗമുണ്ട് എന്നും സ്വർഗത്തിലാണ് നമ്മുടെ നിത്യജീവൻ, ഇവിടെ ഒരു താൽക്കാലിക ജീവനാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, പഠിപ്പിക്കാൻ, പറഞ്ഞു പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. കുഞ്ഞുങ്ങളെ അപ്പച്ചൻ്റെ വലത് കൈ വെച്ച് 2 കൈയും വെച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.